ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ ഈ തണുപ്പ് കാലത്ത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സൺസ്ക്രീനാണ് കേട്ടോ. നമ്മുടെ സ്കിൻ നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു വിൻ്റർ സീസൺ എന്നൊക്കെ പറയുമ്പോൾ സ്കിൻ ഭയങ്കര ഡ്രൈ ആയി പോകുന്നതായിട്ട് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ആ സമയത്ത് നമ്മൾ സൺസ്ക്രീനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഒരു ക്രീമി ടെക്സ്ചറിലുള്ള സൺസ്ക്രീൻ ആണെങ്കിൽ സൂപ്പർബായിരിക്കും. അപ്പോൾ നമുക്ക് ഇന്ന് ഞാൻ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത് നല്ല അടിപൊളി റിസൾട്ട് ഉള്ളതും നല്ല ക്രീമി ടെക്സ്ചറുള്ളതും നമുക്ക് ഈ ഒരു സമയത്തേക്ക് ഈ ഒരു സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർബായിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് ഇന്ന് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ അതിനു മുമ്പായിട്ട് നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യവും അത് നമ്മൾ ചെയ്യാതിരുന്നുള്ള ദോഷവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. എപ്പോഴും നമ്മളൊരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ എന്ത് നമ്മൾ ചെയ്യുമ്പോഴാണെങ്കിലും ശരി, അത് നമ്മൾ എന്തിനു വേണ്ടി ചെയ്യണം, ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യമാണ് അതിൻ്റെ ഗുണങ്ങൾ എന്താണ് അല്ലെങ്കിൽ അത് ചെയ്യാതിരുന്നാൽ വരുന്ന ദോഷങ്ങൾ എന്താണ് എന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ മിക്ക ആൾക്കാരും നമ്മൾ വീഡിയോസിലാണെങ്കിലും പറയും, മാം പെട്ടെന്ന് പറയുമോ, ഇത് എന്തിനാ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ആക്ച്വലി ഞാൻ എൻ്റെ എല്ലാ വീഡിയോസും കുറച്ച് ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടേ പറയാറുള്ളൂ. കാരണം ഇത് നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കണ്ടു പോയി പെട്ടെന്ന് മേടിക്കുക എന്നുള്ളതല്ല. ആ പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു തരുന്ന പ്രൊഡക്റ്റ് നിങ്ങൾക്ക് സ്യൂട്ടാവുമോ എന്നുള്ളത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ മുഴുവനും കാണണം. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ചുമ്മാ ഒരു പ്രൊഡക്റ്റ് പറഞ്ഞു തന്ന് പോവുക എന്നുള്ളതിലുപരി അതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമുണ്ടോ എന്നുള്ളത് കൂടി മനസ്സിലാക്കണമെങ്കിൽ വീഡിയോ മുഴുവനായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ അതിനൊക്കെ നമുക്ക് ഇച്ചിരി സമയമൊക്കെ എടുക്കാൻ പറ്റുന്നവർ വീഡിയോ കണ്ട് പ്രൊഡക്റ്റുകൾ വാങ്ങിക്കുക, അതല്ലാത്തവർ സ്കിപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അതുപോലെ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അപ്പോൾ നമുക്ക് നോക്കാം കേട്ടോ എന്താണ് ഈ സൺസ്ക്രീനെ കുറിച്ചിട്ട് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പം ഞാനിവിടെ പറഞ്ഞുതരാൻ പോകുന്നത് ഒരു സ്റ്റിക്കി ആയിട്ടുള്ള സൺസ്ക്രീനാണ്. അപ്പോൾ സൺസ്ക്രീൻ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ പറയാം. SPF എന്ന് പറയുന്നത് എന്നോട് മിക്ക ആൾക്കാർ ചോദിക്കുന്ന കാര്യമാണ്. ചെറിയ കുട്ടികളിൽ നമുക്ക് SPFൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഒത്തിരി പേര് നമ്മളോട് ചോദിക്കാറുണ്ട്. സോ കുട്ടികളിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു 7-8 വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പക്ഷേ അവർക്ക് കൊടുക്കുമ്പോൾ നമ്മൾ SPF 30 മാത്രം മതിയാവും കേട്ടോ. 50 ഒന്നും യൂസ് ചെയ്യരുത്. നമ്മൾ മുതിർന്നവർക്ക് എടുക്കുന്ന സൺസ്ക്രീൻ കുട്ടികളിൽ കൊടുക്കാൻ പാടില്ല. അത് ആദ്യം മനസ്സിലാക്കുക. സെക്കൻഡ് തിങ്, അവർ വീട്ടിലിരിക്കുമ്പോൾ നമ്മൾ വെറുതെ കുട്ടികൾക്ക് സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അവർ പുറത്ത് പോയിട്ട് നല്ല ചൂടത്തൊക്കെ പോയി കളിക്കാനൊക്കെ പോവുകയാണ്, അങ്ങനെയൊക്കെ വരുന്നപ്പോൾ മാത്രം നമ്മൾ സൺസ്ക്രീൻ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ പിള്ളേർക്ക് നമുക്ക് അങ്ങനെ ഭയങ്കര കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. വീട്ടിലിരിക്കുമ്പോഴെല്ലാം ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുമ്പായിട്ട് തന്നെ ഒരുപാട് വീട്ടമ്മമാർ നമ്മളോട് ചോദിക്കുക, ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തൊന്നും എവിടെയും പോകുന്നില്ലല്ലോ, അപ്പോൾ വീട്ടിലിരിക്കുമ്പോഴും സൺസ്ക്രീൻ യൂസ് ചെയ്യണോ എന്ന് ചോദിക്കുന്നവരുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലിരിക്കുകയാണെങ്കിൽ പോലും മെച്ചോർഡ് സ്കിന്നാണ്, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സൺസ്ക്രീൻ വേണം. കുട്ടികളിൽ മാത്രമാണ് ഞാൻ വേണ്ടെന്ന് പറഞ്ഞത് കേട്ടോ. വലിയവർക്ക് തീർച്ചയായിട്ടും വീട്ടിലിരിക്കുകയാണ്, പുറത്ത് പോയില്ലെങ്കിലും SPF എന്ന് പറയുന്നത് നമ്മളുടെ സ്കിന്നിൻ്റെ സ്കിൻ കെയറിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു പാർട്ടാണ് SPF. നമ്മൾ എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്യുവാണെങ്കിലും ശരി, എന്ത് ചെയ്യുമ്പോഴും SPF ഇല്ലാതെ ഒരു ട്രീറ്റ്മെൻറ്റ് ഒന്നുമില്ല. ബാക്കി നിങ്ങൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. നമ്മളുടെ മോർണിംഗ് റൊട്ടീനിലാണെങ്കിലും ക്ലെൻസർ, ടോണർ, മോയ്സ്ചറൈസർ, ദെൻ സൺസ്ക്രീൻ, ഇതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. ഫസ്റ്റ് ക്ലെൻസർ, ദെൻ ടോൺ ചെയ്ത് കൊടുക്കുക, ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക, മോയ്സ്ചറൈസർ ഇടുക, മോയ്സ്ചർ ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ സൺസ്ക്രീൻ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സംഭവം. ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞ നിങ്ങൾ പുറത്ത് പോകുമ്പോൾ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. ക്ലെൻസ് ചെയ്യുന്നതും ടോണർ യൂസ് ചെയ്യുന്നതും അല്ലെങ്കിൽ മോയ്സ്ചറൈസർ ചെയ്യുന്നതൊക്കെ നമ്മൾ പുറത്ത് പോകുമ്പോൾ മാത്രം ചെയ്യുന്ന ഒരു കാര്യമല്ല. വീട്ടിലിരിക്കുമ്പോഴും നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം സാധാരണ ലേഡീസ് എപ്പോഴും പുറത്ത് പോവുകയാണെങ്കിൽ മാത്രമേ ഇച്ചിരി ഒന്ന് ഒരുങ്ങുള്ളൂ, അല്ലെങ്കിൽ ഇച്ചിരി ഒന്ന് റെഡി ആവുള്ളൂ. ഒരു SPF ഒക്കെ ഇടണമെങ്കിൽ പോലും നമ്മളെവിടെയും പോകുന്നു, വീട്ടിലിരിക്കുമല്ലോ, ഭയങ്കര മടിയായിരിക്കും. സോ ആ മടിയൊക്കെ മാറ്റി വയ്ക്കുക. നമുക്ക് എല്ലാവർക്കും ആഗ്രഹമാണ് നമ്മളെ കാണുമ്പോൾ നമുക്കൊരു ഓക്കെയാണ് എന്നുള്ളൊരു തോന്നൽ ആദ്യം വരണം. അപ്പോൾ അതിന് നമ്മളുടെ മെയിനായിട്ട് നമ്മളുടെ മിററിൽ നോക്കുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഞാൻ ഓക്കെ എന്നുള്ളത് നമുക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ സ്കിൻ കെയർ മസ്റ്റായിട്ട് ഫോളോ ചെയ്യുക. സൺസ്ക്രീൻ നമ്മൾ എന്തായാലും യൂസ് ചെയ്യുക. ഇനി സൺസ്ക്രീൻ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് SPF 50 ആയിരിക്കണം കേട്ടോ. പിള്ളേർക്ക് നമ്മളൊരു 20-30 ഈ ഒരു രീതിയിൽ പിള്ളേർക്ക് കൊടുക്കാം. മുതിർന്നവർക്ക് നമ്മൾ 50 ആയിരിക്കണം എടുക്കേണ്ടത്.
അതും കൂടി മനസ്സിലാക്കുക. പിന്നെ സൺസ്ക്രീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ മാർക്കറ്റിൽ ഡേ ബൈ ഡേ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൽ ഏത് ചൂസ് ചെയ്യണം എന്നൊക്കെ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. സൺസ്ക്രീൻ നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ സ്കിൻ ഭയങ്കര ഓയിലി സ്കിന്നാണെന്നുണ്ടെങ്കിൽ നമ്മൾ സെബം ഒട്ടും ഇല്ലാത്ത സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ചില സൺസ്ക്രീൻ ഭയങ്കരമായിട്ട് ഇപ്പം ഞാൻ പറഞ്ഞു തരുന്നത് ക്രീമി ടെക്സ്ചറാണ്. ഇന്നത്തെ ഞാൻ പറയാൻ പോകുന്ന സൺസ്ക്രീൻ ക്രീമി ടെക്സ്ചറാണ്. പക്ഷേ അതുപോലെ തന്നെ ക്രീമി ടെക്സ്ചർ ഇല്ലാത്ത, അതായത് നോ സെബം സൺസ്ക്രീൻ ഉണ്ടാവും. അത് നമുക്ക് ഓയിലി സ്കിന്നുകാർക്ക് കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും. അങ്ങനെ നമ്മൾ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ SPF ചൂസ് ചെയ്യാനായിട്ട്. സെക്കൻഡ് തിങ്, നമുക്ക് സ്കിന്നൊരു നോർമൽ ടു ഡ്രൈ ഒക്കെയാണ്, നോർമലാണ്, ചെറുതായിട്ടൊരു ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സൺസ്ക്രീൻ സിറം, സൺ സിറം ഒക്കെ യൂസ് ചെയ്യാം. കാരണം നോർമൽ സ്കിന്നുകാർക്ക് കുറച്ചും കൂടി ഗ്ലോ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് സിറം. അപ്പോൾ കുറച്ചും കൂടെ നമുക്ക് എന്താ പറയുക, ഈ സിറം ടൈപ്പിൽ വരുന്ന സൺ സിറം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുപോലെ തന്നെ ഇനി അടുത്തതാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്, സ്റ്റിക്കി ആയിട്ടുള്ള ഒരു സൺസ്ക്രീനാണ് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രൈ സ്കിന്നിന് സൂപ്പർബാണ്. അതുപോലെ ആൻറ്റി ഏജിങ്ങിൽ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സൺസ്ക്രീനാണ് കേട്ടോ. ഒരു 45+ ഉള്ളവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി. കാരണം ഒരു 45 ആയി 50 ആയി ഞാൻ എന്ത് സൺസ്ക്രീൻ യൂസ് ചെയ്യണം എന്നൊക്കെ അറിയാത്ത ഒത്തിരി പേരുണ്ടല്ലോ. സോ അവർക്കൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ ടെക്സ്ചർ. അത്രയും സൂപ്പർബാണ്. അപ്പോൾ ഞാൻ ടെക്സ്ചർ ഇതിൻ്റെ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു രീതിയിൽ ഒരു ആൻറ്റി ഏജിങ്ങിലേക്ക് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നമുക്ക് നോക്കാം. ഇതൊരു സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാവാൻ നോക്കാം. ഭയങ്കര ഗ്ലോ കണ്ടില്ലേ? ഇപ്പോൾ നമ്മളെ സ്കിന്ന് എങ്ങനെയുണ്ട്? ഈ ഡ്രൈ ആയിട്ടുള്ളവർക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര നമ്മൾ സ്കിന്നിൻ്റെ ടെക്സ്ചർ ഡെയിലി നമ്മൾ ചെയ്ത് വരുമ്പോൾ തന്നെ ടെക്സ്ചറിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും. സ്കിന്നിൻ്റെ ടെക്സ്ചറിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാവും, ഭയങ്കര ഗ്ലോ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, എന്താ പറയുക, ഡ്രൈ സ്കിന്നുകാർ മാക്സിമം ഇത് യൂസ് ചെയ്യുക. ഓയിലി സ്കിന്നിന് യൂസ് ചെയ്യുക. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം പറയാൻ വന്നത്. ഓയിലി സ്കിന്നുകാർക്ക് ഇത് പറ്റത്തില്ല. കാരണം ഓൾറെഡി ഇതിൽ ഭയങ്കര സെബമുണ്ട്. അപ്പോൾ ഇത് ഓയിലി സ്കിന്നുകാർ യൂസ് ചെയ്ത് പറഞ്ഞാൽ കുറച്ചും കൂടെ ഓയിലി ആയി പോകും സ്കിൻ. അതുകൊണ്ട് അവർക്ക് ഇത് വേണ്ട. അത് അല്ലാത്ത നമുക്ക് നോർമൽ ഡ്രൈ സ്കിന്നിനൊക്കെ യൂസ് ചെയ്ത നമ്മളുടെ ടെക്സ്ചറിൽ ഫസ്റ്റ് ഓഫ് ഓൾ നല്ല വ്യത്യാസം വരും കേട്ടോ. അപ്പോൾ ഇത് അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾ മറ്റേ ഈ ഒരു ക്ലൈമറ്റും ഈ തണുപ്പൊക്കെ ഉള്ള ഈ ഒരു സമയത്തും നമുക്ക് നല്ല അടിപൊളിയാണ്. അതുപോലെ തന്നെ ഒരു ആൻറ്റി ഏജിങ്ങിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ടു ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ അടിപൊളി ഒരു സൺസ്ക്രീനാണ് ഇത്. നമ്മളുടെ പിക്സിയുടെ സൺസ്ക്രീനാണ് കേട്ടോ. PIXI പിക്സിയുടെ സൺസ്ക്രീനാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഇത് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് വേണ്ടവർ അതിൽ മേടിച്ചോളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് നല്ല ടെക്സ്ചറാണ്. ഇത് കുറേ സമയം നമുക്ക് ഇരിക്കും തോറും ഇതിൻ്റെ ടെക്സ്ചർ, നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചറിൽ നല്ല വ്യത്യാസം വരും. അപ്പോൾ ഇത് നമ്മൾ കൊടുക്കുന്നതിന് മുമ്പ് സ്കിന്നിന് നന്നായിട്ട് മോയ്സ്ചർ ചെയ്തതിന് ശേഷം മാത്രമേ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. സ്കിന്നെ ഹൈഡ്രേറ്റ് ചെയ്യണം. ഞാൻ വീണ്ടും പറയുകയാണ്, ഹൈഡ്രേറ്റ് ചെയ്യണം. പിന്നെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്ന കാര്യമാണ്, ടിൻറ്റഡ് SPF ആണോ നല്ലത് അല്ലാത്തതാണോ നല്ലതെന്ന്. അത് നമുക്ക് ഡിപ്പെൻസ് ആണ് ഓരോ സ്കിന്നിനനുസരിച്ച്. ഇപ്പോൾ ചില സ്കിന്നിന് ടിൻറ്റഡ് ഇടുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഫീൽ ചെയ്യും. ചില സ്കിന്നിന് ടിൻറ്റഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒന്നും കൂടി ഡള്ളാക്കും. നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് സൺസ്ക്രീൻ മേടിക്കുമ്പോൾ ടിൻറ്റഡ് ആണോ എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കുക, നിങ്ങളുടെ സ്കിന്നിന് അത് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ പറയണത് ടിൻറ്റഡ് ഒന്നും ഇല്ലാതെ ഇതുപോലെ കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള സൺസ്ക്രീൻ ആണെങ്കിൽ അത് എന്താ പറയുക, എല്ലാവർക്കും മാക്സിമം നല്ലതായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്തൊക്കെ ഒരു മോയ്സ്ചർ കണ്ടൻറ്റും കൂടി വരുന്ന സൺസ്ക്രീനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഒരു അണ്ണീവണൊക്കെ മാറ്റാനും അതുപോലെ നമ്മൾ സൺ ടാനിൽ നിന്നും നമ്മുടെ സ്കിന്നിനെ നല്ലതുപോലെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമുക്ക് ചെയ്തു എന്ന് പോലെ തോന്നില്ല. മിക്ക ആൾക്കാർക്ക് വൈറ്റ് കാസ്റ്റ് വരുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ട്. SPF അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വൈറ്റ് കാസ്റ്റ് ഉണ്ടാവും. അത് നമുക്ക് പുറത്തേക്കൊക്കെ പോകാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുന്നു എന്ന് പറയുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ലൊരു സൺസ്ക്രീനാണ്. സോ ഇത് SPF ഇത് പിക്സിയുടെ ആണ്, പിക്സിയുടെ സ്റ്റിക്കാണ്. നമുക്കിത് ഭയങ്കര സൂപ്പർബായിട്ട് ക്യാരി ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ നൈസായിട്ട് ക്യാരി ചെയ്യാം. അപ്പോൾ ഇത് നല്ലൊരു സൂപ്പർബായിട്ടുള്ളൊരു സൺസ്ക്രീനാണ്. അപ്പോൾ എല്ലാവരും ഇത് ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. എന്തായാലും നമ്മളത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പം ഓക്കെ, ഇത് യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് എന്തായാലും ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് പറയണം.